എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മുരിങ്ങക്കോല് തീയൽ വയ്ക്കാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ, ഒരു സവാളയുടെ പകുതി, പിന്നെ ഒരു മുരിങ്ങക്കോല്, പിന്നെ തേങ്ങ, ഉള്ളി, മുളക്. മല്ലി എടുത്തില്ല, അല്പം മല്ലിയും കൂടി എടുക്കണം. ഈ തേങ്ങ വറുത്തരച്ച് എടുക്കണം. മുരിങ്ങക്കോൽ ആദ്യം നമുക്ക് തൊലി കളഞ്ഞ് അകത്തെ ഫ്ലഷ് എടുത്ത് അടുപ്പത്ത് വേഗം വെക്കാം. നമുക്ക് ഈ മുരിങ്ങക്കോലൊന്ന് പൊട്ടിച്ചെടുക്കാം. വെറുതെ ഒന്ന് പിരിച്ചിട്ട് തുറന്നെടുത്താൽ മതി. അതിനകത്തെ പൂ ആദ്യം എടുക്കാം. പൂവല്ല, മൂത്ത് കഴിയുമ്പോൾ കായാണ്, പിഞ്ച് കാ. ഇതിൻ്റെ അരിയെന്നോ എന്നാണ് പറയണേ, വിത്തെന്നൊക്കെ പറയാം. മുക്കാത്ത വിത്താണ് ഇത്. വിത്ത് നട്ട മുരിങ്ങയൊന്നുമല്ല കേട്ടോ, കമ്പ് നട്ട മുരിങ്ങ. കമ്പ് നട്ട ഉണ്ടായ മുരിങ്ങക്കായ. ഇനി നമുക്കൊരു സ്പൂണും കൊണ്ട് ഇതിനകത്ത് പിടിക്കാൻ മാത്രം അറ്റത്തുനിന്ന് ഒരൽപ്പം എടുത്താൽ പിന്നെ നമുക്ക് തിരിച്ചു വെച്ചിട്ട് ഈസി ആയിട്ട് ഇടാം. മുരിങ്ങക്കോൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ചേർക്കാം. ഒരൽപ്പം സവോള, കൊച്ചുള്ളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വേവാനുള്ള വെള്ളവും ഒഴിച്ചു നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് കൊടുക്കും. കുറച്ച് നേരം തൊടാതെ ഇതിപ്പോൾ വീഡിയോ തന്നെ ഓഫായിപ്പോയി. ഞാൻ ഇവിടെ നമ്മുടെ തേങ്ങ കുറച്ചൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. പകുതിയായി. ഉള്ളിയും തേങ്ങയും മുളകും, ഒരൽപ്പം മല്ലിയുണ്ട്. ഒരൽപ്പം എണ്ണ ഒഴിച്ചോട്ടെ ഇളക്കിയിട്ട്. ഒന്ന് തീ കുറച്ചിട്ട് നമുക്ക് ഇളക്കാം. നമ്മുടെ കറി ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു, തിളച്ച് വെന്ത് വരുന്നുണ്ട്. കുറവാ, ഉപ്പാണല്ലോ മുന്നിലിരിക്കണം. നമ്മുടെ മാങ്ങയ്ക്ക് പുളി ഉണ്ട്, വേണ്ട പുളി ഇറങ്ങി വരുന്നതായി. മാങ്ങ വെന്തിട്ടുണ്ട്. മുരിങ്ങക്കോലും വെന്തിട്ടുണ്ട്. ഉപ്പുമുണ്ട്. പച്ചമുളക് എൻ്റെ അടുത്ത് ഇല്ലാതെ വേയില്ലെങ്കിൽ അതും കൂടെ കീറിയിടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ തീ ഓഫാക്കി വെച്ചിട്ട് മുളക് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ വറുത്ത എത്രയായാലും തൂൾ പോലെ. ഇനി ചിലപ്പോൾ നമുക്ക് തീ കുറച്ച് തീ നിർത്തി അവിടെ വെച്ചിട്ട് തണുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ തേങ്ങ പാകത്തിനാകുമായിരിക്കും. കണ്ടോ, ഇത്രയും നിറമായിട്ടുണ്ട്. ഇനി അത് നല്ല ചൂടുള്ള ചട്ടിയല്ലേ, തീ നിർത്തി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തത്, ഉള്ളിയും മുളകും തേങ്ങയും കൂടെ വറുത്തതാണ്. ഇതിനൂടെ നമുക്ക് അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം.
കറി എന്താ ഉണ്ടോ വെന്ത് കളറൊക്കെ മാറിയിരിക്കണേ. നമുക്ക് മുളക് അരച്ച് ചേർക്കാം. കറി കഷ്ണങ്ങൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് പുളിയുണ്ട്. അരപ്പ് മുഴുവനും വേണ്ടാന്ന് തോന്നുന്നു, പാകത്തിന് ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്ത് നോക്കാം, വേണമെങ്കിൽ നമുക്ക് മുഴുവൻ ചേർക്കാൻ നോക്കാം. തീ കത്തിച്ചില്ലായിരുന്നു. നമ്മൾ വത്തരമുളക് ചേർക്കാത്തതുകൊണ്ട് ഒരല്പം നല്ലൊരു, നമ്മൾ പച്ച മല്ലിയിട്ട് വറക്കുകയല്ലേ ചെയ്തേ, അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുകയല്ല ചെയ്തേ, പച്ചമല്ലി തേങ്ങയും ഉള്ളിയും കൂടെ വറക്കുകയല്ലേ ചെയ്തേ. അപ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. കുറച്ച് കറിവേപ്പില ഇടാം, ബാക്കി നമുക്ക് കടുവട്ടിക്കും വേണം. അപ്പം നിങ്ങൾ പച്ചമല്ലിയും തേങ്ങയും വത്തരമുളകാണ് വേണ്ടെങ്കിൽ വത്തരമുളകും കൂടി ഇട്ട് ഇനി നമുക്ക് മിച്ചമുള്ള കറികളെടുത്ത് നമുക്ക് വെക്കാം. നാളെ വേറൊരു കറി ഉണ്ടാക്കുമ്പോൾ ഈ മുരിങ്ങക്കോലിൻ്റെ കൂടെ തന്നെ, മുരിങ്ങക്കോൽ ഇങ്ങനെ തന്നെ വെക്കണമെന്നൊന്നുമില്ല, മുരിങ്ങക്കോലിൻ്റെ തൊണ്ടോടെ മുറിച്ചിട്ട് കഷ്ണമാക്കി വെക്കാം. അതിലൂടെ കാരറ്റോ ഉരുളക്കിഴങ്ങോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം. അന്നേരം നമുക്ക് ഈ അരപ്പ് എടുക്കാം നാളെ വേറൊരു കറി ഉണ്ടാക്കുമ്പോൾ. അല്ലെങ്കിൽ ഇനി ഉണക്കമീൻ ചാറ് മാങ്ങയിട്ട് ചാറ് വെക്കുകയാണെങ്കിലും ഈ അരപ്പ് നല്ലതാണ്. ഇവിടെ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അരപ്പിനകത്തോട്ട് ചേർക്കാം. ഒഴിച്ച് കറി വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ച് കൂട്ടാം. ഇത് നമുക്ക് ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നാളെ ഒരു ഉണക്കമീനോ മാങ്ങയോ പുളിയോ കുടംപുളിയോ ഇട്ട് വെക്കുമ്പോൾ അതിനനുസരിച്ച് കൊഴുപ്പ് വരാൻ വേണ്ടി ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ മുരിങ്ങക്കോല് ഒന്ന് വറുത്തരച്ച് വയ്ക്കണം കേട്ടോ. മല്ലി പൊടിയും മുളക് പൊടിയൊന്നും ഇടാതെ പച്ചമുളകും കീറിയിട്ട് തേങ്ങയും പച്ചമല്ലിയും കൊച്ചുള്ളിയും കൂടെ വറുത്തിട്ട് ഇനി നമുക്ക് തിളച്ച് എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് തീയൽ വെച്ചിരിക്കുന്ന പോലെ നമ്മൾ ഒത്തിരി നേരം തീയ വെച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. നമുക്ക് തിളയ്ക്ക് ഓഫാക്കാം. വേറൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചു. പാത്രത്തിൽ വെള്ളം പറ്റി നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുകിട്ട് കൊടുക്കാം. ഒരു 2-3 ഉലുവ, മാങ്ങയും പുളിയും ഒക്കെ ഉള്ളത്. ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ട് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വ്യത്യസ്തമായ ഒരു രുചിയിലുള്ള മുരിങ്ങക്കോല് മാങ്ങ വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മൂടി വയ്ക്കാം. എല്ലാവരും കണ്ടോ? നല്ല വറുത്തരച്ച മുരിങ്ങക്കോല് കറി, മാങ്ങയും മുരിങ്ങക്കോലും കൂടെ വറുത്തരച്ച് എല്ലാവരും ട്രൈ ചെയ്യണേ. നല്ല അപാര ടേസ്റ്റാണ്.
മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.